ശരിക്കും ഇസ്ലാമോഫോബിയ നമ്മുടെ നാട്ടിൽ വളരെയധികം വളരുന്നുണ്ട്. ഉണ്ട്, ശ്രീ ആരിഫ് അടക്കമുള്ള എസൻസിനോട് ബന്ധപ്പെട്ട ആരിഫ് ഈ അടുത്തേക്ക് ഒരു അവാർഡും കൂടെ കിട്ടി, തസ്ലീമാൻ അസ്റ്റിൻ, അദ്ദേഹത്തിന് അതിന് അഭിനന്ദനം. പക്ഷേ ആരിഫ് അടക്കമുള്ളവരോട് എനിക്ക് വിയോജിപ്പ്. ആരിഫ് നന്നായി പഠിച്ച കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും ആരിഫ് എക്സ്ട്രീമിലേക്ക് പോവുകയാണ്, അതായത് മറ്റേ നിരീശ്വരവാദ എക്സ്ട്രീമിലേക്ക് പോവുകയാണ്, ഇസ്ലാമോഫോബിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആരിഫിനോടൊക്കെ ഡിബേറ്റ് ചെയ്യുന്നതിൻ്റെ എസൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, മതവിമർശനമാകാം. നിങ്ങൾക്ക് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും എല്ലാവരെയും വിമർശിക്കാം. പക്ഷേ വിമർശനം അധിക്ഷേപമല്ല. അധിക്ഷേപിക്കാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഐ മേക്ക് ഇറ്റ് ഷുവർ ദ ടൈറ്റിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. കാര്യം പീസ് ബി അപ്പോൺ ഹിം, അല്ലെങ്കിൽ ആദരസൂചകമായി നമ്മൾ പറയുന്നതാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നാണ് ക്രിസ്ത്യാനികൾ പറയാം. ഞാൻ ഇടയ്ക്ക് യേശു ദേവൻ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഒരു പള്ളിയിലച്ഛൻ എന്നെ തിരുത്തി, ഈ ദേവൻ എന്ന് പറയരുത്, യേശു ക്രിസ്തു എന്നാണ് പറയേണ്ടത്, ഞങ്ങൾ അങ്ങനെ ഒരു ടെർമിനോളജിയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കെന്താ അതിന് വിരോധം, യേശു ക്രിസ്തു. അപ്പോൾ പരസ്പര ബഹുമാനവും ആദരവിലുമേ നമ്മുടെ രാജ്യം നിലനിൽക്കൂ.